ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും തൊഴിലാളി ദിന ആശംസകൾ നേരുന്നു. ഇന്ന് ലോക തൊഴിലാളി ദിനം. ലോകത്തുള്ള മുഴുവൻ തൊഴിലെടുക്കുന്നവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നമ്മുടെ രാജ്യത്ത് തൊഴിൽ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ സമര പോരാട്ടങ്ങളുടെയും സമരവീര്യങ്ങളുടെയും എല്ലാം ഫലമായി ഇന്ന് ഏവർക്കും സ്വതന്ത്രമായി തൊഴിലെടുക്കുവാനും അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ളൊരു വലിയൊരു അവസരമാണ്. ഒരുപാട് ആളുകൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഈ അവകാശം നേടിത്തന്നിരിക്കുന്നത്. ചരിത്രങ്ങളിലെല്ലാം നാം പഠിച്ചിട്ടുണ്ട്. ചരിത്രങ്ങളിലെല്ലാം നാം ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദിവസവും മുഴുവൻ അധ്വാനിച്ചുകൊണ്ട് അടിമകളായി വേല ചെയ്തുകൊണ്ട് അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി നയാ പൈസയ്ക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടവുമായി തൊഴിലെടുത്തിരുന്ന നമ്മൾ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമര പോരാട്ടങ്ങൾക്കൊടുവിൽ ഒരുപാട് ആളുകളുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് തൊഴിലിടങ്ങളിലെ സ്വാതന്ത്ര്യം നേടിത്തന്നിരിക്കുന്നത്. എങ്കിലും ഇന്നും തൊഴിൽ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിയമനിർമ്മാണങ്ങൾ മാറിക്കൊണ്ടിരുന്നാലും തൊഴിലിടങ്ങളിൽ തൊഴിലാളിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും അവസരങ്ങളും എല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ ഇന്നും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനിമം വേതനം ലഭിക്കാത്ത ഒരുപാട് തൊഴിലാളികൾ നമ്മുടെ രാജ്യത്ത് തൊഴിലെടുക്കുന്നു. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒരുപാട് പേരാണ് വിദേശ രാജ്യങ്ങളിലേക്ക്, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എല്ലാം തൊഴിലന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോക തൊഴിലാളി ദിനം ആഘോഷിക്കുന്ന നമ്മൾ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നിയമ നിർമ്മാണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് വിവിധ മേഖലകളിൽ മിനിമം വേതനം പോലും ലഭിക്കാതെ തൊഴിലെടുക്കുന്നവർക്ക് അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്. തൊഴിലെടുത്തവർക്ക് ആശ്വാസമായിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ നല്ലൊരു പങ്കും അവരുടെ ജീവിത ചെലവിനു വേണ്ടി അവർ ചെലവഴിക്കുമ്പോൾ തൊഴിലെടുത്തതിൻ്റെ പേരിൽ, പ്രായാധിക്യം സംഭവിച്ചതിൻ്റെ പേരിൽ മാരക അസുഖങ്ങൾ വന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൊഴിലെടുക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ തൊഴിലിനനുസരിച്ചിട്ടുള്ള മാന്യമായിട്ടുള്ള വേതനം ലഭിക്കുന്നതിനും ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണങ്ങൾ ലഭിക്കുന്നതിനും ഒക്കെയുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇനിയും മാറ്റങ്ങൾക്ക് വിധേയമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ലോക തൊഴിലാളികൾ ഒറ്റക്കെട്ടായി കൊണ്ട്, ഐക്യകണ്ഠേന ഒരുമിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളും ഇന്ന് നടക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ കമ്പനികളുടെയും ഒക്കെ ശ്രമഫലമായി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് അവരുടെ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ആ സംരംഭങ്ങൾ വഴി നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ മേഖല സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള പല പദ്ധതികളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടി ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലിടങ്ങളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ അവകാശ സംരക്ഷണത്തിന് ഒരുപാട് യൂണിയനുകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ മൂലം തൊഴിലാളിക്ക് അർഹമായ അംഗീകാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന്
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തൊഴിലാളി ദിനത്തിൽ സർവ്വതൊഴിലാളികൾക്കും എൻ്റെ പേരിലും എൻ്റെ ചാനലിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.